പോയ അവന്റെ കാല് സിറാത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു ചുവട്ടടി വെക്കുമ്പോ തന്നെ കോടാനി വർഷം, കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി, 4 ചുവട്ടടി വെച്ചാൽ മതി സ്വർഗത്തിൽ പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാൽ ചുവട്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കുന്ന കാല്, അത് നാളെ സിറാത്ത് പെട്ടെന്ന് കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയാ, വാപ്പാ വണ്ടി പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷെ പള്ളിയുടെ മുന്നിലെത്താറാകുമ്പോ മക്കളോട് പറയണം, വണ്ടി നിർത്ത്, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ, എന്നിട്ട് നിന്റെ കാല് കൊണ്ട് നീ പതുക്കെ നടന്ന് പള്ളിക്കകത്ത് കയറി നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഉസ്താദെ ഞാൻ പള്ളിയിൽ പോകുമ്പോ നടന്നു പോയി നിസ്കരിക്കും, ഒരു വഖത്തെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. പള്ളി പോകുന്നവരല്ലേ കൈ പൊക്കേണ്ടത്, നിസ്കരിക്കാത്തവൻ എന്ത് പൊക്കാരില്ലേപ്പാ, പള്ളി കയറാത്തവൻ എന്ത് പൊക്കാൻ. എന്റെ പ്രിയപ്പെട്ടവര് ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് ഈ 5 വഖത്ത് നിസ്കരിക്കണേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ അല്ലേ, എന്തിനാ ഈ 5 വഖത്ത് പള്ളിയിൽ പോണേ? ചെകന്നൂര് ചോദിച്ചോ അല്ലേ, എന്തിനാ ഉസ്താദ് 5 വഖത്തൊക്കെ പോണേ? അത് ഈ പ്രായമുള്ള വാപ്പമാർക്കൊക്കെ നമ്മള് അടിച്ചു പൊളിച്ച് യുവത്വമല്ലേ, യൂത്ത്, അങ്ങനെ യുവത്വം അല്ലേ, അങ്ങനെ നടക്കേണ്ടവരല്ലേ ഉസ്താദെ, ഞങ്ങളൊക്കെ ഇപ്പോഴേ പോണം, അതൊക്കെ പ്രായമാകണം. ഈ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? നിസ്കാരം ഒന്നല്ല പറയണേ, എക്സസൈസ് തന്നെ. ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കളിയാക്ക, എക്സസൈസ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ എക്സസൈസ് അതന്നെ, ഇങ്ങനെ കുനിയാ നൂര യോഗ അതന്നെ. പലരും ചോദിക്കുന്നു, എന്തിനാ ഉസ്താദ് ഈ എക്സസൈസ് ചെയ്യുന്ന, എന്തിനാ? പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ചോദിക്കുന്നു, നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ. എടാ, നിസ്കരിച്ച അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും മരിക്കുന്ന കാലം വരെ വീടിന്റെ അകത്ത് ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഭക്ഷണം കഴിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്, പള്ളിയുടെ മുന്നിൽ പിരിവിനിരിക്കരുത്, സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കരുത്. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കുക. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ അവന്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സാമ്പത്തികമായിട്ട് തകർന്നില്ലേ? സാമ്പത്തികമായി ഏകദേശം ഉള്ളവരൊക്കെ തകർന്നു. കടയിലൊന്നും പൈസയില്ല, കച്ചവടമൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് മുതലാളിയും തൊഴിലാളിയും മുഖത്ത് നോക്കിയിരിക്കുക. നേരത്തെയൊക്കെ മുതലാളി പോയിട്ട് പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോ 1000-ന്റെ 500-ന്റെ 2000-ന്റെ ഒക്കെ തിളങ്ങണ നോട്ട്, എന്തൊരു പ്രകാശമാണെന്നറിയോ മുതലാളിയുടെ മുഖത്ത്. ഇപ്പൊ വൈകിട്ട് പോയിട്ട് അങ്ങോട്ട് തുറക്കും, പെട്ടി അങ്ങോട്ട് തുറന്നിട്ട് തൊഴിലാളിയുടെ മുഖത്ത് നോക്ക, എന്ത് പാടായി, ഒന്നും ഇല്ലേടാ. എന്തേ കാരണം? ഉസ്താദെ, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, GST, കേന്ദ്രത്തിന്റെ ഭരണം, ഇതൊന്നും അല്ല കാരണം. ഉള്ള കാര്യം ഞാൻ പറയാം, നിന്റെ കയ്യിലിരിപ്പ് അതന്നെ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്ക്. അള്ളാഹ് പറയാ, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. നല്ലതുപോലെ പൊക്കിക്കോ, ഇല്ലേ പള്ളിയുടെ മുന്നിൽ പോകേണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ, നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ? നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അള്ളാഹു പറയുകയാ, കേട്ടോ, ഞാനല്ല അള്ളയാ പറഞ്ഞേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, അള്ളയാ പറഞ്ഞേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അള്ളാഹ് പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാ,